ഹേയ്, അങ്ങനെ അധികം ആർഭാടമൊന്നുമില്ല. അതെ അതെ. ആ, താങ്കൾ പ്രോജക്ട് സബ്മിഷൻ ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. അല്ല, ഏയ്, ഇപ്പൊ വിളിച്ചത് അക്കാര്യം പറയാനല്ല, നാളത്തെ കാര്യത്തെപ്പറ്റി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ. തീർച്ചയായും മിസ്റ്റർ രവിവർമ്മൻ, നിങ്ങൾ എത്തണം. എനിക്കറിയാലോ, താങ്കളെപ്പോലെ ഇത്ര തിരക്കുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ എല്ലായിടത്തും എത്താൻ കഴിയുന്നില്ല. ആ, ശരി ശരി, അപ്പൊ നാളെ കാണാം. താങ്ക് യു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അകത്തേക്ക് വരാമോ? അതെന്താ ഔപചാരികമായിട്ടൊരു ചോദ്യം? അന്യരെ പോലെ കയറി വരും നാരായണൻ. ഔപചാരികമായി ചോദിച്ചൊന്നുമല്ല. ഇവിടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എനിക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇവിടെ ചിലർക്കൊക്കെ അസാധാരണമായ മനുഷ്യരുടെ ജീവിത രീതിയാണ്. സമൂഹത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത പ്രത്യേക പ്രവൃത്തികൾ, പ്രത്യേക സ്വഭാവം. അന്യഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്യഗ്രഹം എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുകയാണ്. നാരായണൻ എന്താ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും പലതും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ഒന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് കരുതി കയറി വന്നത്. നാരായണൻ എന്താ അറിയേണ്ടത് അത് ചോദിച്ചോളൂ. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രണ്ടാമത്തെ മരുമകളുടെ അച്ഛനാണെന്ന കാര്യം അറിയാമല്ലോ. ഇതെന്താ നാരായണ ഇത്തരം ചോദ്യങ്ങൾ? ആ സംശയമാണ് ഞാൻ ആദ്യമേ പ്രകടിപ്പിച്ചത്. ഇവിടെയെല്ലാം വിചിത്രമായ രീതികളാണല്ലോ എന്ന്. ഭരണാധികാരി എന്ത് ചെയ്താലും പ്രജകൾ കയ്യും കെട്ടി നിന്ന് അനുസരിച്ചു കൊള്ളണമെന്ന രാജവാഴ്ചയുടെ മറ്റൊരു രീതി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ത് നെറുകേട് കാണിച്ചാലും അതൊക്കെ ന്യായമെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന അടിമകളുടെ ഒരു നിരയാണ് ഇപ്പോൾ തൃച്ചംബരത്ത്. നാരായണ, എനിക്ക് സംസാരിച്ചേ പറ്റൂ. കാരണം ഞാൻ തെരുവിൽ നിന്ന് വന്നവനല്ല, തറവാട്ടിൽ നിന്ന് വന്നവനാണ്. എന്റെ മകളെ വളരെ അന്തസ്സായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിവാഹം ചെയ്തയച്ചത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അർഹതയുണ്ട്, അവകാശവുമുണ്ട്. അഖിലാണ്ടേശ്വരി മരിച്ചുപോയെന്ന് അറിയിപ്പ് കിട്ടിയപ്പോ വന്നവനാണ് ഈ ഞാൻ. ശിവരാമകൃഷ്ണന്റെ മാനസിക നില തകരാറിലാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ ബിസിനസ് കാര്യങ്ങളും വിട്ട് എല്ലാ നഷ്ടങ്ങളും മറന്ന് ഇവിടെ വന്ന് നിന്നവനാണ് ഞാൻ. എന്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണെന്ന ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്ന് കരുതിക്കോളൂ. ഇത്രയും ദിവസം കൊണ്ട് തൃച്ചംബരത്തെ ചില വ്യക്തമായ ചിത്രം ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്ന പോലെ എന്റെ മനസ്സിലേക്ക് പതിഞ്ഞു. നന്ദികേടിന്റെ കയ്യും കാലും വച്ച ചില മനുഷ്യരെ ഞാനിവിടെ കണ്ടു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇവിടത്തെ പട്ടമഹിഷിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നാരായണന് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടേ ഈ നാരായണൻ പോകൂ. നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ സംസാരം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മകൻ ഇഷ്ടത്തോടെ കെട്ടിയ താലി തന്ത്രപൂർവ്വം അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കൗശലക്കാരിയായ ഒരു അമ്മായിയമ്മയെ ഞാനിവിടെ കാണുന്നു. മകന് ജീവിതം സമർപ്പിച്ച ആ പെണ്ണ് ശരീരവും മനസ്സും അവന് നൽകി. മാസങ്ങളോളം അവന്റെ ഭാര്യയായി ജീവിച്ചു. അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. മകനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് എല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ അച്ഛൻ തെരുവിൽ കിടന്ന് കൊല്ലപ്പെട്ടു. ഏറ്റവും ഒടുവിൽ കരി പുരണ്ട ഒരു കീറ തുണിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിയുന്ന ലാഘവത്തോടെ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു. നാരായണ, തീർന്നില്ല. ഉപേക്ഷിക്കുന്നത് പോട്ടെ, അതിലും വലിയ ക്രൂരതയാണ് അഖിലാണ്ടേശ്വരി ഇപ്പോൾ കാണിക്കുന്നത്. മകന് പെണ്ണാലോചിക്കാൻ അവന്റെ ഭാര്യയെ തന്നെ ചുമതലപ്പെടുത്തുന്നു. സ്വന്തം ഭർത്താവിന്റെ കല്യാണത്തിന്റെ മുഖ്യ കാര്യസ്ഥയായി അവളെ തന്നെ ഏർപ്പാടാക്കുന്നു. എന്തൊരു ക്രൂരത! ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ സാഡിസ്റ്റ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി.
ഹിറ്റ്ലർ പോലും മാറി നിൽക്കും. നാരായണ, കാര്യം അറിയാതെ സംസാരിക്കരുത്. നടക്കുന്നത് കല്യാണിയുടെ തീരുമാനോ, എന്റേതല്ല. മനോഹരമായൊരു കള്ളത്തരം. മനസാക്ഷിയുള്ളവരാരെങ്കിലും ഇത്തരം ഒരു കല്യാണത്തിന് കൂട്ടുനിൽക്കോ? ഏതായാലും അതിനിടയിൽ അഖിലാണ്ടേശ്വരി ഒരു അവതാര്യം കാണിച്ചു. കല്യാണിയുടെ വയറ്റിൽ ജീവൻ വെച്ച ആ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ചു. അല്ലെങ്കിൽ നിറവയറോടെ ഇറങ്ങി പോകേണ്ടി വന്നേനെ ആ പാവത്തിന്. പിന്നെ എന്റെ മകൾക്കല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചോന്നോർത്ത് സന്തോഷിക്കാൻ ഈ നാരായണനാവില്ല. കാരണം എന്റെ മകൾക്കിത് സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? പണ്ട് ത്രേതായുഗത്തിൽ കാട്ടുതീ ഊതിപ്പെരുപ്പിച്ചു വാനരസേനകൾ. പ്രപഞ്ചം മനസ്സിലാക്കിയ ഏറ്റവും പരിശുദ്ധയായ ഒരു പെണ്ണിനെ അഗ്നിശുദ്ധി വരുത്തുവാൻ. അതിലും ഭീകരവും ക്രൂരവുമായ ഒരു കൃത്യമാണ് തൃച്ചംബരത്ത് ഇപ്പോ അരങ്ങേറുന്നത്. നന്മയുടെ പ്രതീകമായ പാവം പെണ്ണിനെ ഞാനും തെറ്റിദ്ധരിച്ചുപോയി. പക്ഷേ അറിഞ്ഞപ്പോൾ അവളൊരു പുണ്യവതിയെപ്പോലെ എന്റെ മനസ്സിൽ നിറയുന്നു. അവളുടെ കണ്ണീരടർന്ന് ഈ മുറ്റത്ത് വീണാൽ അതൊരു തീപ്പുഴയായി ഒഴുകി തൃച്ചംബരത്തെ മുച്ചൂടും നശിപ്പിക്കും. മറക്കണ്ട. നാരായണ നാരായണ നിർത്തുക. എന്തായാലും വളരെ വിചിത്രവും ലോകത്തൊരിടത്തും നടക്കാത്തതുമായ അത്ഭുത കല്യാണം കണ്ടിട്ടേ ഞാനിവിടുന്ന് പോകൂ. ഞാനിവിടുന്ന് പോകുമ്പോ ഈ നന്ദികേട് കണ്ട് സഹികെട്ട് എന്റെ മകൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ അഖിലാണ്ടേശ്വരി പരാജയപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് കാണാം. വരട്ടെ. ആന്റി പറഞ്ഞത് സത്യമാണോ? സത്യം. ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? വൈജയന്റെ എയർപോർട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് അഖില തന്നെയാ. അഖിലയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതിൽ കല്യാണിക്കും പങ്ക് കാണും. വിനാശകാലേ വിപരീത ബുദ്ധി. കല്യാണി അവളുടെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞു. ഓഹ്, കല്യാണി സ്വയം ശവക്കുഴി തോണ്ടുകയോ ചാവുകയോ ചെയ്യട്ടെ, അതിലൊന്നും നമുക്ക് എതിരില്ല. പക്ഷേ ഈ കല്യാണം നടന്ന ഈ കല്യാണം നടക്കാൻ പാടില്ല. ആനന്ദും വൈജയന്തിയും കൂടിയുള്ള കല്യാണം നടന്ന തൃച്ചംബരത്ത് അനന്തരാവകാശിയുടെ അധികാരം അഖിലാണ്ടേശ്വരി അവൾക്ക് കൈമാറും. പിന്നെ വിലാസിന് എന്റെ തൃച്ചംബരത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല ആശ്രമത്തിലും പോയി സന്യാസം സ്വീകരിക്കുന്നതാവും നല്ലത്. ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. വൈജയന്തിക്ക് അധികാരം കിട്ടിയ അവളുടെ അമ്മ സീതാലക്ഷ്മി പതുക്കെ തൃച്ചംബരത്ത് വന്ന് ഭരണം തുടങ്ങും. എല്ലാവരും കൂടി ആന്റിയെ പുകച്ച് പുറത്തു ചാടിക്കും. പ്രിയങ്കേ, അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആനന്ദിന്റെ പുനർവിവാഹം നടന്ന ശിവരാമകൃഷ്ണന്റെ ജീവൻ തിരിച്ചു കിട്ടും. ഋഷികേശ സ്വാമികളുടെ പ്രവചനം തെറ്റില്ല. അത് പാടില്ല, തെറ്റണം. ശിവരാമകൃഷ്ണൻ മരിക്കണം. എന്നാലേ അഖില തകരൂ. ആത്യന്തികമായി നമുക്ക് വേണ്ടത് അഖിലയുടെ തകർച്ചയാ. അത് നമുക്ക് കാണണം. അതിലേക്ക് ഞാൻ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാം. നീ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ ആന്റി പോ. എല്ലാ കാര്യങ്ങൾക്കും തൃച്ചംബരത്തുണ്ടാവണം. അപ്പൊ എന്നെ വിവരങ്ങൾ അറിയിക്കുകയും വേണം.
ശരി. വേദനിച്ച് ഹൃദയം മരവിച്ചു പോയതുകൊണ്ടാവാം മറ്റുള്ളവരുടെ ഹൃദയവേദന എന്താണെന്ന് ഇപ്പൊ കല്യാണിക്ക് മനസ്സിലാവാത്തല്ലേ? പലതരം കാരണങ്ങളാൽ ദാമ്പത്യ ജീവിതം മടുത്ത സ്ത്രീകള് ചെയ്യുന്ന പ്രവൃത്തിയായി പോയി കല്യാണി ഇത്. മനുഷ്യർക്ക് വിശാല മനസ്സൊക്കെ ആവാം, പക്ഷെ സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന വിശാല മനസ്കത ഒരല്പം കട്ടി തന്നെയാ. ആനന്ദ് നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു കല്യാണി. അഖിലാന്റിയെ പോലും മറന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നവനല്ലേ ആനന്ദ്. ആ ആനന്ദിന്റെ ഉള്ളു തകരുന്നത് കാണാതെ നിൽക്കുന്നത് കഷ്ടമാണ്. ഒരു പെണ്ണൊരു പുരുഷന് വേണ്ടി എന്തും വിട്ടുകൊടുക്കും, പക്ഷെ ഒരിക്കലും പുരുഷനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒരു ഏടെ ചരിത്രത്തിൽ ഒരു പുസ്തകത്തിനുമില്ല. എനിക്ക് കല്യാണിയോട് എന്നും ആദരവും സ്നേഹവും മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് കല്യാണിയുടെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് കല്യാണിയോട് വെറുപ്പ് തോന്നുക. നീ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, കാറ്റ് പിടിക്കാത്ത പാറ പോലെ. ഉറച്ച തീരുമാനമല്ലേ, അതിനി ഒരു മാറ്റം ഉണ്ടാവില്ല. അനികുഞ്ഞെ, ഓ, ശബ്ദം ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു ശബ്ദം അണച്ചുപോയിന്ന്. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കല്യാണി എന്താ ഒരു മറുപടി പോലും പറയാത്ത? ഞാൻ എന്തു മറുപടിയാ തരേണ്ടത്? കല്യാണിയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ ഭാവം? എന്താ ചോദിച്ചു കേട്ടില്ലേ? അതെ, ഇത്ര മനുഷ്യപ്പറ്റില്ലാതെ ആവരുത് കല്യാണി. റോയോട് സ്നേഹമില്ല നന്ദനെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കല്യാണി, വലിയ വലിയ ആപത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. 2 ജീവിതങ്ങളാ തകരാൻ പോന്നെ. അത് നീ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് കല്യാണി ഈ തീരുമാനം മാറ്റണം. പറയ് കല്യാണി, ഈ തീരുമാനം മാറ്റൂ. ഈ തീരുമാനം ഒരിക്കലും മാറ്റാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, മാറ്റണ്ട. സ്നേഹനിധിയായ ഒരു ഭാര്യ, എനിക്ക് എന്റെ ബ്രോയുടെ ജീവിത വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് നടക്കണം, നടന്നേ പറ്റൂ.
ഞാൻ ആ കല്യാണമാലയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ വെച്ചിരുന്ന ബില്ല് ഇവിടെ വെച്ചിരുന്നു. വല്യഞ്ഞ കണ്ടായിരുന്നോ?